ഹലോ, മീറാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞങ്ങളുടെ ഇന്ന് ഒരു യാത്ര പോവാണ്. വേറെ ഒന്നല്ല, മുത്തപ്പൻ്റെ അടുത്തേക്ക് മലയാറ്റൂർ ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടി ഒരുമിച്ച് പോയാലോ എന്ന്. അങ്ങനെ ഈ വരുന്ന വണ്ടിയിലാണ് കേട്ടോ ഞങ്ങളെല്ലാവരും മലയാറ്റൂർക്ക് പോണ. ഞങ്ങൾ കുടുംബസമേതമാണ് എല്ലാവരും മലയാറ്റൂർക്ക് പോകുന്നത്. കുറേ നാളുകളായി ഞങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് പോയിട്ട്. അപ്പം എൻ്റെ വീട്ടിൽ നിന്നും ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ചേച്ചിയുടെ വീട്ടിൽ നിന്നും എല്ലാവരും ഒരുമിച്ച് ഈ വണ്ടിയിൽ കയറിയിട്ടാണ്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് മുത്തപ്പനെ കാണാൻ പോകാനുള്ളതിൽ. മക്കളാണെങ്കിൽ അതിലേറെ സന്തോഷത്തിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം പോയി. വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദൂരം പോയപ്പോഴാണ് ഞങ്ങൾക്ക് ചെറിയൊരു ബ്ലോക്കൊക്കെ കിട്ടിയത് കേട്ടോ. എന്നാലും അത്ര വലിയ തിരക്കില്ലാണ്ട് ഞങ്ങളവിടെ എത്തി. നക്ഷത്രക്കുളത്തിൻ്റെ അടുത്തായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. ആ കാണാനെന്നെ എന്ത് ഭംഗിയാണെന്നറിയോ. മക്കൾക്ക് കാണിച്ചു കൊടുത്തു. ആ പോകുന്ന ലയിച്ചിട്ട വഴിയില്ലേ, അതാണ് മല കയറേണ്ടത് കേട്ടാ. അപ്പോൾ ഇവർ പറഞ്ഞു, ഞങ്ങൾ ചാടി കയറിക്കോളാന്നൊക്കെ ഇവർ പറഞ്ഞു കേട്ടാ. അങ്ങനെ ഞങ്ങൾക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ടുള്ള സ്ഥലം നോക്കി നടക്കായിരുന്നു ഞങ്ങൾ. വണ്ടി ഭയങ്കര നല്ല തിരക്കുണ്ടായിരുന്നു. അവസാനം നമ്മുടെ മലയാറ്റൂർ എന്ന ഒരു ഭാഗത്താണ് കേട്ടോ ഞങ്ങൾക്ക് വണ്ടി ഇടാനായിട്ട് സ്ഥലം കിട്ടിയത്. എല്ലാവരും ഇറങ്ങി, വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോഴല്ലേ മെഴുതിരി പിടിക്കണ ചേച്ചിമാരും ചേട്ടന്മാരും ഞങ്ങളങ്ങടെ വളഞ്ഞു. ഞങ്ങളും മേടിച്ചു മെഴുതിരിട്ടാ. ആ ഒരു ബലത്തിലാണ് എമീറ നടക്കണ്ടായിരുന്നത്. ഓരോ സ്ഥലത്തും മെഴുതിരി കുത്താന്നുള്ളതിൽ. എനിക്ക് ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല അവൾ നടക്കുന്നുള്ളതും. നമുക്ക് ബാക്കി കണ്ടറിയാം. അങ്ങനെ ഞങ്ങൾ മല കയറാൻ തുടങ്ങി. എല്ലാവരും ഒരുമിച്ച് അങ്ങോട്ട് പ്രാരംഭ പ്രാർത്ഥന ചെല്ലുന്നത് ഇവിടെ നിന്നാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാരംഭ പ്രാർത്ഥന ചൊല്ലി മുത്തപ്പോ പൊന്മല കയറ്റം എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് മല കയറാനായിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടാ. പിന്നില്ലേ, നിങ്ങൾ ഈ സ്ഥലം നോക്കിയേ. ഞങ്ങൾ വന്ന സമയത്ത് പണ്ടിട്ട് എൻ്റെ ചെറുപ്പത്തിലേക്കും ഈ ഭാഗത്തേക്കും ഫുള്ള് കടക്കാരായിരുന്നു. അല്ലേ, ബജ്ജി പഠിക്കുന്ന ആൾക്കാർ, കട വിൽക്കുന്ന ആൾക്കാർ, അങ്ങനെയൊക്കെയുള്ള കടകളല്ലായിരുന്നേ. ഇപ്പം അതൊന്നുമില്ല, ആനശല്യം കാരണം. അങ്ങനെ ഞങ്ങൾ ഒന്നാം സ്ഥലത്തെത്തി, മെഴുതിരി കുത്തി. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടാ. അങ്ങനെ രണ്ടാം സ്ഥലത്തെത്തി, മെഴുതിരി കുത്തി. അപ്പോൾ കുറച്ച് നേരമായിരുന്നു റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ ഓരോ സ്ഥലങ്ങളും കയറുണ്ടായിരുന്നേ. മോൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ലേ. അവളെങ്ങാനും വാശി പിടിച്ചെടുക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സമയം പോവില്ലേ. എടുത്ത് കയറുമ്പോൾ നമ്മളും വയ്യാണ്ടാവും. അപ്പോൾ അവളോട് ഓരോ കാര്യങ്ങളും പറഞ്ഞ് മുത്തപ്പനെയും വിളിച്ച് ഞങ്ങളങ്ങനെ ഓരോ സ്ഥലങ്ങൾ ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അവസാനം 10ാം സ്ഥലം എത്തിയപ്പോൾ അവളുടെ വിധം അങ്ങോട്ട് മാറി തുടങ്ങി. ഉറക്കം വന്നു തുടങ്ങി പുള്ളിക്കാരിക്ക്. 12 മണിയായേ. എടുക്കാനൊക്കെ പറഞ്ഞു തുടങ്ങി. എന്നാൽ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഉള്ളു ജ്യൂസ് മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ് 12ാം സ്ഥലം വരെ എത്തിച്ചു.